ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം. കാലചക്രത്തെ പിന്നിലേക്ക് തിരിക്കാൻ കഴിവുള്ള അതീവ രഹസ്യാത്മകവും പുരാതനവും ശക്തവുമായ ഒരു വിദ്യയുടെ ആഴങ്ങളിലേക്ക് ഇന്ന് നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ പോകുകയാണ്. പ്രായമാകുക എന്നത് വെറും ശരീരകോശങ്ങളുടെ നാശമോ കാലം കടന്നുപോകലോ മാത്രമല്ല, അതൊരു ആഴമേറിയ മനഃശാസ്ത്രപരവും ആത്മീയവുമായ സത്യം കൂടിയാണ്. മനഃശാസ്ത്രം പറയുന്നത് ഒരാൾക്ക് എത്ര വയസ്സായെന്ന് അയാൾ ഉള്ളിൽ നിന്ന് എത്രത്തോളം അനുഭവപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നാണ്. ഹിമാലയത്തിലെ യോഗികൾക്ക് 100 വയസ്സിലും യുവാക്കളെപ്പോലെ എങ്ങനെ ഇത്രയധികം ഊർജവും ശരീരത്തിന് വഴക്കവും മുഖത്ത് അത്ഭുതകരമായ തിളക്കവും നിലനിർത്താൻ കഴിയുന്നു? പ്രായമാകുന്നത് തടയാനും 60-ാം വയസ്സിലും 25-കാരനെ പോലെ ഊർജ്ജസ്വലനും ആരോഗ്യവാനുമായി ഇരിക്കാനും മനുഷ്യന് ശരിക്കും സാധിക്കുമോ? എന്നാൽ നമ്മുടെ ആധുനിക ജീവിതശൈലിയും ഭയവും ഓട്ടപ്പാച്ചിലും നമ്മുടെ ശ്വസനഗതിയെ വളരെ വേഗത്തിലുള്ളതും ആഴമില്ലാത്തതുമാക്കി മാറ്റിയിരിക്കുന്നു. അതിനാൽ നമ്മുടെ ശരീരം എപ്പോഴും കടുത്ത സമ്മർദ്ദത്തിലായിരിക്കും. നിങ്ങൾക്ക് ദേഷ്യമോ പേടിയോ ഉത്കണ്ഠയോ ഉള്ളപ്പോൾ നിങ്ങളുടെ ശ്വാസം എത്ര വേഗത്തിലും ക്രമരഹിതമായും നീങ്ങുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്വാസം ചലിക്കുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകും. ശ്വാസം സുസ്ഥിരമാകുമ്പോൾ മനസ്സ് പൂർണ്ണമായും ശാന്തമാകും. ശ്വാസത ഉപനിഷത്ത്, ഹഠയോഗ പ്രദീപിക, യോഗവാസിഷ്ടം തുടങ്ങിയ നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിൽ ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ശ്വാസം ചലിക്കുമ്പോൾ മനസ്സ് ചഞ്ചലമാകുന്നു, ശ്വാസം നിശ്ചലമാകുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. മനസ്സും പ്രാണനും ഒരേ സമയം നിശ്ചലമാകുമ്പോൾ ശരീരത്തിനുള്ളിലെ ഊർജം അനാവശ്യമായി ചെലവാകുന്നത് നിൽക്കുകയും കോശങ്ങളുടെ നാശം, അതായത് വാർദ്ധക്യം, അവിടെ അവസാനിക്കുകയും ചെയ്യുന്നു. ശ്വാസം ശരിയായ രീതിയിൽ നിർത്തുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിലെ കാലത്തിന്റെ സ്വാധീനത്തെ തന്നെ കുറച്ചു നിമിഷത്തേക്ക് തടഞ്ഞു നിർത്തുകയാണ് എന്ന് ലളിതമായി മനസ്സിലാക്കാം. പ്രകൃതിയിൽ ഏത് ജീവിയാണോ വേഗത്തിൽ ശ്വസിക്കുന്നത്, ജീവിയുടെ ആയുസ് കുറവായിരിക്കും. ഒരു നായ മിനിറ്റിൽ 20 മുതൽ 30 തവണ വരെ ശ്വസിക്കുന്നു. അതിന്റെ ശരാശരി ആയുസ് 10 മുതൽ 15 വർഷം വരെയാണ്. എന്നാൽ ഒരു ആമ മിനിറ്റിൽ 3 മുതൽ 4 തവണ മാത്രമേ ശ്വസിക്കുന്നുള്ളൂ. അത് 150 മുതൽ 300 വർഷം വരെ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കുന്നു. ദൈവം നമുക്ക് ജീവിക്കാൻ വർഷങ്ങളോ ദിവസങ്ങളോ അല്ല നൽകിയിരിക്കുന്നത്, മറിച്ച് ശ്വാസങ്ങളുടെ ഒരു നിശ്ചിത എണ്ണമാണ് എന്ന ലളിതമായ നിയമം നമ്മുടെ യോഗികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മനസ്സിലാക്കിയിരുന്നു. ശരിയായ രീതിയിൽ കുഭകം പതിവായി പരിശീലിക്കുമ്പോൾ നമ്മൾ ശ്വാസത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നു. പണ്ട് കാട്ടിൽ താമസിച്ചിരുന്ന ഒരു യുവാവിന് പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടുകയും ഓർമ്മശക്തി കുറയുകയും മുഖത്ത് പ്രായക്കൂടുതൽ തോന്നിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം അയാൾ ഒരു സിദ്ധയോഗിയെ കാണുകയും അദ്ദേഹം കുഭകവിദ്യ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ആദ്യം സംശയിച്ചെങ്കിലും ദിവസവും ശ്വാസം നിർത്താൻ പരിശീലിച്ചതോടെ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അയാളുടെ ക്ഷീണം മാറുകയും മുഖം തിളങ്ങുകയും നഷ്ടപ്പെട്ട യൗവനം തിരിച്ചുകിട്ടുകയും ചെയ്തു. ശ്വാസം നിർത്തുക എന്നത് വെറും ശ്വസനം തടയലല്ല, മറിച്ച് കാലത്തെ തന്നെ തടഞ്ഞു നിർത്തലാണെന്ന് അയാൾക്ക് മനസ്സിലായി. കുഭകം വെറുമൊരു പ്രാണായാമമോ ശ്വാസമെടുക്കലോ വിടലോ മാത്രമല്ല, അത് പ്രാണനെ ശരീരത്തിനുള്ളിൽ ഒരു പ്രത്യേക അവസ്ഥയിൽ നിർത്തുന്ന പരമമായ ശാസ്ത്രീയവും ആത്മീയവുമായ കലയാണ്. കുഭകം ചെയ്യുമ്പോൾ ശരീരത്തിനുള്ളിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് നിയന്ത്രിതമായ രീതിയിൽ അല്പം വർദ്ധിക്കുന്നു. ഇതിന്റെ ഫലമായി രക്തത്തിലെ ഹീമോഗ്ലോബിൻ ഓക്സിജനെ കൂടുതൽ എളുപ്പത്തിൽ വിട്ടുനൽകുകയും ആ ശുദ്ധമായ ഊർജം ശരീരത്തിലെ ഓരോ കോശങ്ങളിലും മസ്തിഷ്കത്തിലും ചർമ്മത്തിന്റെ ആഴങ്ങളിലും എത്തുകയും ചെയ്യുന്നു. ഇവിടെയാണ് യഥാർത്ഥമായ ശരീര നവീകരണം തുടങ്ങുന്നത്. ശരീരം സ്വയം കേടുപാടുകൾ തീർക്കാൻ തുടങ്ങുകയും മുഖത്ത് അസാമാന്യമായ തിളക്കമുണ്ടാവുകയും ചെയ്യുന്നു. ഈ വിദ്യ അത്രത്തോളം അത്ഭുതകരമാണോ? ഇതിന്റെ ഗുണം ഇപ്പോൾ തന്നെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് നട്ടെല്ല് നേരെയാക്കിയിരിക്കുക, വയറും നെഞ്ചും വികസിപ്പിച്ചുകൊണ്ട് ദീർഘമായി ശ്വാസമെടുക്കുക. എന്നിട്ട് ആ ശ്വാസം ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തുക. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ പുരികങ്ങൾക്കിടയിലുള്ള ആജ്ഞാചക്രത്തിലേക്ക് കൊണ്ടുവരികയും ഹൃദയമിടിപ്പ് അനുഭവിക്കുകയും ചെയ്യുക. ശ്വാസം നിർത്തിവച്ചിരിക്കുന്ന സമയം നിങ്ങളുടെ മനസ്സിൽ പുതിയ ചിന്തകളൊന്നും വരുന്നില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഉത്കണ്ഠയോ സമ്മർദ്ദമോ ഭൂതകാലത്തെ ദുഃഖമോ ഭാവിയിലെ ഭയമോ ഈ നിമിഷം നിങ്ങളെ സ്പർശിക്കില്ല. നിങ്ങളുടെ അസ്തിത്വം മുഴുവൻ ശൂന്യവും ശാന്തവുമാകും. ഇനി പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുകയും ശരീരം പൂർണ്ണമായും അയച്ചിടുകയും ചെയ്യുക.
കണ്ണുകൾ തുറക്കുന്നതിനു മുമ്പ് ശരീരത്തിലും തലച്ചോറിലും അനുഭവപ്പെടുന്ന ആ നവോന്മേഷവും ശാന്തിയും തിരിച്ചറിയുക. ഇതൊരു മായയോ ജാലവിദ്യയോ അല്ല. കുഭകം കാരണം നിങ്ങളുടെ ശരീരവും മനസ്സും അനുഭവിച്ച ഒരു ശൂന്യതയുടെ നിമിഷമായിരുന്നു അത്. നിങ്ങൾ ശ്വാസം നിർത്തിയപ്പോൾ ചിന്തകൾ ഉണ്ടാക്കാൻ മസ്തിഷ്കത്തിനാവശ്യമായ ഊർജം ഉടനെ നിലച്ചു. ഇത് വെറുമൊരു ശ്വാസം നിർത്തൽ ക്രിയയല്ല, പ്രാണനെ ശരീരത്തിനുള്ളിൽ നിശ്ചലമാക്കുന്ന കലയാണെന്ന് ഇതിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ വ്യക്തമാകും. കുഭകം ചെയ്യുമ്പോൾ ചിന്തകൾ നിലയ്ക്കുകയും മനസ്സ് ശാന്തമാവുകയും ചെയ്യുന്ന നിമിഷം ശരീരത്തിന്റെ കേടുപാടുകൾ തീർക്കുന്ന പ്രക്രിയ തുടങ്ങുന്നു. കുഭകം 2 തരത്തിലുണ്ട്: അന്തർകുഭകവും ബാഹ്യകുഭകവും. ഉള്ളിലേക്ക് ശ്വാസമെടുത്തു നിർത്തുന്നതിനെ അന്തർകുഭകമെന്നും ശ്വാസം പൂർണ്ണമായും പുറത്തുവിട്ട് നിർത്തുന്നതിനെ ബാഹ്യകുഭകമെന്നും പറയുന്നു. ഇതിൽ ബാഹ്യകുഭകമാണ് കൂടുതൽ രഹസ്യാത്മകവും ശക്തവുമായി കരുതപ്പെടുന്നത്. ശ്വാസം പൂർണ്ണമായും പുറത്തുവിട്ടു നിർത്തുമ്പോൾ ശരീരത്തിനുള്ളിൽ ഒരു ശൂന്യതയുണ്ടാകുന്നു. ഇതിനെയാണ് ഉപനിഷത്തുകളിൽ ബ്രഹ്മാവസ്ഥ അഥവാ തുരീയാവസ്ഥ എന്ന് വിളിക്കുന്നത്. ഈ നിമിഷം ശരീരത്തിലെ നിലനിൽപ്പിനായുള്ള സംവിധാനം, സർവൈവൽ മെക്കാനിസം, അതിന്റെ പരമാവധി ശക്തിയിൽ ഉണരുന്നു. ഈ അവസ്ഥയിൽ വേഗസ് നാഡി, വേഗസ് നെർവ് സജീവമാകുന്നു. ഇത് മസ്തിഷ്കത്തെ ഹൃദയവുമായും ദഹനവ്യവസ്ഥയുമായും ബന്ധിപ്പിക്കുന്ന പ്രധാന നാഡിയാണ്. ഇത് സജീവമാകുന്നതോടെ വാർദ്ധക്യത്തിനും സമ്മർദ്ദത്തിനും കാരണമാകുന്ന ഹോർമോണുകളുടെ അളവ് കുറയുന്നു. കൂടെ തന്നെ അമൃത് അഥവാ സോമരസം എന്ന് ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു സവിശേഷ ഹോർമോണിന്റെ ഉൽപാദനം കൂടുകയും ചെയ്യുന്നു. കുഭകം പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ ബോധം വർത്തമാന നിമിഷത്തിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു. അവിടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ദുഃഖമോ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയോ ഇല്ല. വർത്തമാന നിമിഷം തന്നെയാണ് ആ അമൃത്. ദിവസവും ഈ ശൂന്യത അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് സ്വയം പുനഃക്രമീകരിക്കപ്പെടുകയും ശരീരത്തെ വാർദ്ധക്യത്തിലേക്ക് നയിക്കുന്ന മനഃശാസ്ത്രപരമായ ഘടികാരത്തെ അത് തകർക്കുകയും ചെയ്യുന്നു. പക്ഷേ കുഭകമെന്നത് ബലം പ്രയോഗിച്ച് ചെയ്യേണ്ട ഒന്നല്ല. ബലം പ്രയോഗിച്ചാൽ ഹൃദയമിടിപ്പ് കൂടുകയും രക്തസമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യും. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. കുഭകം ദീർഘവും എന്നാൽ അതിസൂക്ഷ്മവും വളരെ സാവധാനത്തിലും സമ്മർദ്ദമില്ലാത്തതുമായിരിക്കണം എന്ന് മഹർഷി പതഞ്ജലി നിർദ്ദേശിക്കുന്നുണ്ട്. മുഖത്ത് യാതൊരു സമ്മർദ്ദവുമില്ലാതെ ശരീരം പൂർണ്ണമായും അയച്ചുവിട്ടുകൊണ്ടുള്ള കുഭകമാണ് ശരിയായ രീതി. ശ്വസിക്കുന്ന സമയം പതുക്കെ ദീർഘിപ്പിക്കുകയും ഇടയിൽ ഏതാനും സെക്കൻഡുകൾ ശ്വാസം നിർത്തുകയും ചെയ്തുകൊണ്ട് തുടങ്ങാം. യാതൊരു പ്രയത്നവുമില്ലാതെ ഈ ശ്വാസം നിർത്തുന്ന സമയം താനെ വർദ്ധിക്കുമ്പോൾ അതിനെ കേവലി കുഭകമെന്ന് വിളിക്കുന്നു. ഇതാണ് ശരീര നവീകരണത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ. കുഭകം ചെയ്യുമ്പോൾ കുറച്ച് സമയത്തേക്ക് ഓക്സിജൻ അളവ് കുറയുന്നതോടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം ഉണരുകയും കേടുപാടുകൾ തീർക്കുന്ന ശക്തികളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. ഇതോടെ പഴയ കോശങ്ങൾ പുതിയതും യുവത്വമുള്ളതുമായ ഘടനയിലേക്ക് മാറാൻ തുടങ്ങുന്നു. വെറുതെ ശ്വാസം നിർത്തുന്നതുകൊണ്ട് മാത്രം എല്ലാം ശരിയാകുമോ? ഇല്ല. കുഭകം ശരീരത്തിനുള്ളിൽ അനുയോജ്യമായ ഒരു അന്തരീക്ഷം ഒരുക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഭക്ഷണരീതിയും ചിന്തകളും പോസിറ്റീവായിരിക്കണം. ശരിയായ ആഹാരവും പോസിറ്റീവ് ചിന്തകളും കുഭകത്തോടൊപ്പം ചേരുമ്പോൾ ഉണ്ടാകുന്ന രാസമാറ്റം മറ്റേതൊരു ബാഹ്യവസ്തുക്കളെക്കാളും ശക്തമാണ്. ഇത് നിങ്ങളുടെ പുറമേയുള്ള രൂപം മെച്ചപ്പെടുത്തുക മാത്രമല്ല, ഉള്ളിൽ നിന്ന് നിങ്ങളെ ശാന്തരും ശക്തരുമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇന്നു മുതൽ ശ്വാസത്തിന്റെ ഈ ശാസ്ത്രത്തെ വെറുമൊരു ക്രിയയായി കാണാതെ നിങ്ങളുടെ അസ്തിത്വവുമായി ബന്ധിപ്പിക്കുന്ന പാലമായി കാണുക. ഇത് പ്രായത്തിന്റെ സ്വാധീനത്തെ കുറയ്ക്കുകയും ശരീരത്തിന് സ്വയം നവീകരിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യുന്നു. കുഭകം സുരക്ഷിതമായി എങ്ങനെ ചെയ്യാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ബലം പ്രയോഗിച്ച് ചെയ്യേണ്ട വ്യായാമമല്ല എന്നതാണ്. മുഖത്ത് യാതൊരു ചുളിവുകളുമില്ലാതെ ശരീരം പൂർണ്ണമായും ശാന്തമാക്കി വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. തുടക്കക്കാർ ആദ്യം ശ്വാസമെടുക്കുന്നതും വിടുന്നതും സാവധാനത്തിലാക്കി ഇടയിൽ ഏതാനും സെക്കൻഡുകൾ മാത്രം ശ്വാസം നിർത്തി പരിശീലിക്കുക. മുഖത്ത് തിളക്കം വരികയും കോശങ്ങൾ നവീകരിക്കപ്പെടുകയും ചെയ്യും. അതോടൊപ്പം സാത്വികമായ ലഘുഭക്ഷണം കഴിക്കുകയും ദേഷ്യം, ഉത്കണ്ഠ എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കുകയും വേണം. ദിവസവും കുറച്ചു സമയം വീതം പരിശീലിക്കുക. ഇത് നിങ്ങളുടെ വാർദ്ധക്യത്തിലേക്കുള്ള മനഃശാസ്ത്രപരമായ ഘടികാരത്തെ മാറ്റിമറിക്കും. ശ്വാസം വെറും ജീവിക്കാനുള്ള മാർഗമല്ല, മറിച്ച് യുവത്വം നിലനിർത്താനുള്ള ശക്തമായ ഉപാധിയാണ്. ഹിമാലയത്തിലെ യോഗികൾ ഈ വിദ്യയിലൂടെയാണ് യുവാക്കളെപ്പോലെ ജീവിക്കുന്നത്. അവർ ശ്വാസത്തിന്റെ എണ്ണം കുറയ്ക്കുകയും
മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്തിരിക്കുന്നു. കുഭകം പരിശീലിക്കുന്നതിലൂടെ ശരീരത്തിന് വഴക്കം കൂടുകയും മനസ്സിൽ ശാന്തി വരികയും ജീവിതത്തിന് പുതിയ ഉണർവ് ലഭിക്കുകയും ചെയ്യും. ഇതൊരു അന്ധവിശ്വാസമല്ല, മറിച്ച് യോഗികൾ തങ്ങളുടെ ബോധത്തിലൂടെ പരീക്ഷിച്ച് തെളിയിച്ച പരമസത്യമാണ്. ശരിയായ രീതിയിൽ ഇത് പരിശീലിക്കുന്നവർക്ക് 60-ാം വയസ്സിലും 25-കാരനെപ്പോലെ ജീവിക്കാൻ കഴിയും. ഈ യാത്ര ഇപ്പോൾ തുടങ്ങിയിട്ടേയുള്ളൂ. ആത്മാർത്ഥമായി ഈ പാതയിലൂടെ സഞ്ചരിച്ചാൽ തളർന്നുപോയ ശരീരവും മനസ്സും വീണ്ടും ഉന്മേഷമുള്ളതായി മാറുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും.